കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ് സംവിധായകനും ബിഗ് ബോസ് മലയാളം സീസൺ 5 വിജയുമായ അഖിൽ മാരാരുടെ 2020 പാർട്ടിയിൽ നിന്നുള്ള രാജി. പാർട്ടി അധ്യക്ഷനും പ്രമുഖ വ്യവസായിയുമായ സാബു എം ജേക്കബിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അഖിൽ മാരാർ തന്റെ രാഷ്ട്രീയ പടിയിറക്കം പ്രഖ്യാപിച്ചത്. രാജിക്ക് പിന്നാലെ നടത്തിയ പ്രതികരണങ്ങളിൽ പാർട്ടിയുടെ പ്രവർത്തന രീതിയെയും നേതൃത്വത്തെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് അദ്ദേഹം. 2020-ൽ യാതൊരു പ്രവർത്തന സ്വാതന്ത്ര്യവും ഇല്ലെന്നും ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ പോലും പാർട്ടി നേതൃത്വം തയ്യാറാകുന്നില്ലെന്നും അഖിൽ മാരാർ ആരോപിച്ചു. പ്രസ്ഥാനം ഇന്ന് ജനങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് സാബു എം ജേക്കബ് എന്ന ഒരാളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും പ്രതികരിക്കാനും തനിക്ക് സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് പാർട്ടി വിടാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. 2020-ലേക്ക് എത്തിയ സാഹചര്യങ്ങളെക്കുറിച്ചും അഖിൽ മാരാർ വിശദമായി പ്രതികരിച്ചു. സ്വന്തം നാടായ കൊട്ടാരക്കര മണ്ഡലത്തിൽ മത്സരിക്കാമെന്ന ഉറപ്പും വാഗ്ദാനവും നൽകിയാണ് സാബു എം ജേക്കബ് തന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. അതിനു മുമ്പ് UDF നേതൃത്വവുമായി നടത്തിയ ചർച്ചകളിൽ കൊട്ടാരക്കര സീറ്റ് ലഭിക്കാതെ വന്നതോടെ സ്വതന്ത്രനായി മത്സരിക്കാൻ താൻ ആലോചിച്ചിരുന്ന സമയത്താണ് 2020-യുടെ ക്ഷണം ലഭിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞെന്നാണ് അഖിൽ മാരാരുടെ ആരോപണം. കോൺഗ്രസ് നേതാവായിരുന്ന രശ്മി T20-ലേക്ക് എത്തിയതോടെ കൊട്ടാരക്കര സീറ്റ് അവർക്ക് നൽകുകയും ആദ്യം നൽകിയ വാഗ്ദാനം പിൻവലിക്കുകയുമായിരുന്നു. രശ്മി സ്വമേധയാ പാർട്ടിയിൽ എത്തിയതാണോ അതോ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിരുന്നു എന്ന കാര്യത്തിൽ തനിക്ക് ഇപ്പോഴും സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൊട്ടാരക്കരയ്ക്ക് പകരം തൃപ്പൂണിത്തറ മണ്ഡലം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചെങ്കിലും പിന്നീട് അത് മാറ്റി ഒടുവിൽ സംഘടനാ ശക്തി കുറഞ്ഞ തൃക്കാക്കര മണ്ഡലത്തിലാണ് തന്നെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് അഖിൽ ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പാർട്ടി നേതൃത്വത്തിൽ നിന്നോ പ്രവർത്തകരിൽ നിന്നോ ആവശ്യമായ പിന്തുണ ലഭിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ നേരിട്ട സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ചും അഖിൽ മാരാർ തുറന്നു പറഞ്ഞു. ഏറെ ആഗ്രഹിച്ച് ഏകദേശം 20 ലക്ഷം രൂപ ചെലവഴിച്ചു വാങ്ങിയിരുന്ന തന്റെ BMW ബൈക്ക് വിറ്റാണ് തിരഞ്ഞെടുപ്പ് ചെലവുകൾക്കുള്ള പണം കണ്ടെത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിനായി വ്യക്തിപരമായ വലിയ സാമ്പത്തിക ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നെങ്കിലും പാർട്ടി നേതൃത്വം അതിന് യാതൊരു പിന്തുണയും നൽകിയില്ലെന്ന ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ കൂടുതൽ സജീവമാവാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും കൊല്ലം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ടിരുന്നുവെന്നും അഖിൽ പറയുന്നു. എന്നാൽ 2.5 മാസത്തോളമായി ആ ആവശ്യത്തിന് നേതൃത്വം യാതൊരു മറുപടിയും നൽകിയില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സാബു എം ജേക്കബ് തന്റെ ഫോൺ കോൾ പോലും എടുക്കാൻ തയ്യാറായില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. T20 യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ അതോ സാബു എം ജേക്കബിന്റെ സ്വകാര്യ കമ്പനിയാണോ എന്ന ചോദ്യവും അഖിൽ മാരാർ ഉയർത്തി. പാർട്ടിക്കുള്ളിൽ അഭിപ്രായ സ്വാതന്ത്ര്യമോ ആഭ്യന്തര ജനാധിപത്യമോ ഇല്ലെന്നും എല്ലാ തീരുമാനങ്ങളും ഒരാൾ മാത്രം എടുക്കുന്ന രീതിയാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം അഖിൽ മാരാരുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി പാർട്ടി അധ്യക്ഷൻ സാബു എം ജേക്കബും രംഗത്തെത്തിയിരിക്കുന്നു. അഖിൽ മാരാർക്ക് പാർട്ടിയിൽ യാതൊരു ഔദ്യോഗിക ഭാരവാഹിത്വവും ഉണ്ടായിരുന്നില്ലെന്നും ഒരു തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി എന്നതിനപ്പുറം പാർട്ടിയുടെ വാർഡ് കമ്മിറ്റിയുടെ പോലും ചുമതല നൽകിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിയുടെ ഭരണഘടനയിൽ ജില്ലാ പ്രസിഡന്റ് എന്ന പദവി പോലും ഇല്ലെന്നും അത്തരമൊരു സ്ഥാനം ആവശ്യപ്പെട്ടിരുന്നാലും അത് നൽകാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലത്തിൽ തന്നെ അടുത്ത 5 വർഷം പ്രവർത്തിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്നാണ് 2020-യുടെ നയമെന്നും സാബു എം ജേക്കബ് വിശദീകരിച്ചു. എന്നാൽ അഖിൽ മാരാർ കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയം പണത്തിനോ സ്ഥാനമാനങ്ങൾക്കോ വേണ്ടിയുള്ളതല്ലെന്നും വ്യക്തിപരമായ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള വേദിയല്ല 2020 എന്നും സാബു എം ജേക്കബ് കൂട്ടിച്ചേർത്തു. പാർട്ടിയുടെ ആശയങ്ങളുമായി യോജിക്കാൻ കഴിയാത്തവർ സ്വാഭാവികമായും വിട്ടുപോകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ബിഗ് ബോസ് വിജയത്തിന് ശേഷം വലിയ ജനപ്രീതി നേടിയ അഖിൽ മാരാരുടെ 2020 പ്രവേശനം തന്നെ അന്ന് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ പാർട്ടി നേതൃത്വവുമായി പരസ്യമായി ഏറ്റുമുട്ടി പുറത്തിറങ്ങേണ്ടി വന്നത് 2020-ക്കും രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന ചർച്ചയും സജീവമായിരിക്കുകയാണ്. അതേസമയം അഖിൽ മാരാരുടെ അടുത്ത രാഷ്ട്രീയ നീക്കം എന്തായിരിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അദ്ദേഹം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും മുന്നണിയിലേക്ക് ചേക്കേറുമോ അതോ സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തകനായി മുന്നോട്ടു പോകുമോ എന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. അഖിൽ മാരാരുടെ വെളിപ്പെടുത്തലുകളും സാബു എം ജേക്കബിന്റെ മറുപടിയും കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ഈ വിവാദം വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് രാഷ്ട്രീയമായി വികസിക്കുന്നതെന്നാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്.